നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇന്നലെ ഞങ്ങളെ സ്റ്റേഷനിലുണ്ടായ ഒരു ചെറിയൊരു സംഭവം ഞാൻ പറയാം. അതായത് പ്രതികരിക്കുന്നതിന് പിന്നിലോട്ട് നിൽക്കുന്ന ഒരാള്. അതായത് ഇന്നലെ ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഒരു +1 പഠിക്കുന്ന ഒരു സ്ത്രീ ഒരു കുട്ടി സ്റ്റേഷനിലേക്ക് വിളിച്ച് ഇങ്ങനെ ഒരു ദുരനുഭവം, ഒരു ബസ്സിൽ നിന്നൊരു ദുരനുഭവം ഉണ്ടായിന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ആ സ്പോട്ടിലെത്തിയപ്പോൾ ആ കുട്ടി അവിടെ ഭയങ്കരമായിട്ട് കരഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാൻ എന്താ സംഭവം ചോദിച്ചു. അപ്പോൾ അന്ന് ഇങ്ങനെ ഒരു യാത്രയിൽ ഒരാൾ ഇതുകൊണ്ട് ഇത് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ ആളെ ഐഡൻറ്റിഫൈ ചെയ്തെന്ന് ചോദിച്ചു. അപ്പോൾ ശരിക്കും മുഖം കണ്ടിട്ടാണ്. അപ്പോൾ എന്താണ് ഡ്രസ്സ് കാര്യങ്ങളാണ് ചോദിച്ചു. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടില്ല. ഇന്ന് പറയുകയാണെങ്കിൽ അവിടെ ഒരു ആക്ഷൻ ഉണ്ടാവുമായിരുന്നു, ഞങ്ങൾക്ക് അയാളെ പിടിക്കാൻ പറ്റുമായിരുന്നു. അതൊന്നും ചെയ്യാതെ കരച്ചിൽ മാത്രം കൊണ്ട് ഈ കാലഘട്ടത്തിൽ വലിയ കാലം പ്രതികരിക്കുക എന്നുള്ളതിന് ഉദാഹരണമാണ് ഞാൻ ആദ്യം കൂടെ പറഞ്ഞത്. നിങ്ങളുടെ ആരാണ് ലഹരി സ്കൂളിലേക്ക് വായിപ്പിക്കാൻ? നിങ്ങൾ ആർക്കും നിങ്ങളൊന്ന് കടയിൽ പോയിട്ട് ലഹരി അതുപോലെ മിഠായിയോ അല്ലെങ്കിൽ ഹാൻസോ എന്താ ലഹരി എന്ന് പറഞ്ഞാൽ എന്താ? ലഹരി എത്ര ഐറ്റം ലഹരി ഉണ്ടോ? ലഹരി ആരാനൊക്കെ പറയാൻ പറ്റും? ഒരിക്കൽ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അതിൽ നിന്നും മറികടക്കാൻ നമുക്ക് ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ആവശ്യം. ഞാൻ പറഞ്ഞല്ലോ, 6 മാസം കണ്ടിന്യൂസ് ഉപയോഗിച്ചാൽ കൂടി 2 വർഷം മരുന്ന് കുടിച്ചിട്ടുണ്ട്. 2 വർഷത്തോളം ട്രീറ്റ്മെന്റ് എടുത്തതിനു ശേഷം അവനൊന്ന് ഓക്കെ ആവാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ ഈ സൈക്യാട്രിക് ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങനെ ഈ ഡ്രഗ് അഡിക്ഷനുമായിട്ടുള്ള വന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്കൊക്കെ അതായത് വല്ലാത്തൊരു സ്റ്റേജാണ് അവർക്കുള്ള തെറാപ്പികളൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുമ്പോൾ അതൊക്കെ ചെറിയ ട്രീറ്റ്മെന്റ് ആണെന്ന്. നമ്മൾ മറ്റ് ഫിസിക്കൽ ഇഷ്യൂസിന് കഴിക്കുന്നതിനേക്കാൾ എത്രയോ പ്രശ്നങ്ങളുള്ള ടാബ്ലറ്റുകളും അതേപോലെ ട്രീറ്റ്മെന്റാണ് നമ്മുടെ ഒരു സൈക്യാട്രിക് അസുഖത്തിന് നമ്മൾ വിചാരിക്കും 1-2 തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്ര വലിയ പ്രശ്നമുള്ള കാര്യമാണോ, അല്ലെങ്കിൽ അത് പിന്നെ നിർത്താൻ പറ്റുള്ളൂ? ഒരിക്കലുമില്ല. ഓരോരുത്തരും ബോഡി അതിലേക്ക് റിയാക്ട് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ചിലർക്ക് അത് പതിയെ ആയിരിക്കും അത് റിയാക്ട് ചെയ്യാം. ഇപ്പം ഞാൻ മുമ്പ് ഒരു സൈക്കാട്രിക് ഹോസ്പിറ്റലിൽ, അതായത് മെന്റൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരുപാട് കുട്ടികൾ, +2 കഴിഞ്ഞ കുട്ടികൾ ഇതുപോലെ ചികിത്സയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കുട്ടികൾ, എനിക്ക് വന്നൊരു കേസ് ഉണ്ടായിരുന്നു. ആ കുട്ടി നീറ്റിന്റെ എൻട്രൻസിന് പഠിക്കാൻ പോയതാണ്. അവിടെ നിന്നാണ് ഈ ഡ്രഗ്സിലേക്ക് പെട്ടെന്ന് പിന്നെ അത് വന്നത്. ഇവൻ ശരീരത്തിൽ മുഴുവൻ എയിലിന്റെ ടാറ്റു അടിച്ചിട്ടായിരുന്നു. അങ്ങനെ ലഹരിക്കെതിരെ കൈമുദ്ര ചാർത്തി മേലങ്ങാടി സ്കൂൾ വിദ്യാർത്ഥിക്കൂട്ടം. ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കൊണ്ടോട്ടി മേലങ്ങാടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് യൂണിറ്റ്, JRC, ഡ്രോയിംഗ് ക്ലബ്, പ്രവൃത്തി പരിചയ ക്ലബ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലഹരിക്കെതിരെ വിദ്യാർത്ഥിക്കൂട്ടം പരിപാടി ശ്രദ്ധേയമായി. ഓപ്പറേഷൻ തൂഫാനിന്റെ ഭാഗമായി നടന്ന പരിപാടി കൊണ്ടോട്ടി പോലീസ് സബ് ഇൻസ്പെക്ടർ വിജയൻ P ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക സുധ MK അധ്യക്ഷത വഹിച്ചു. ലഹരിക്കെതിരെ പ്രതിജ്ഞ, വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പോസ്റ്റർ പ്രദർശനം, ബോധവൽക്കരണ ക്ലാസ്, ലഹരിക്കെതിരെ വിദ്യാർത്ഥി കൈമുദ്ര പരിപാടികൾ സംഘടിപ്പിച്ചു. സൈക്കോ സോഷ്യൽ കൗൺസിലർ രേഷ്മ P ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. VHSE വിഭാഗം പ്രിൻസിപ്പൽ ഷബീർ അലി കുണ്ടുകാവിൽ, സ്റ്റാഫ് സെക്രട്ടറി അഷ്റഫ് കാലടി, റിൻഷ എന്നിവർ സംസാരിച്ചു. അജിത് കുമാരി, ഷെമീന ഓടക്കൽ, അഭയ്, ഷെരീഫ KE, സുരേഷ് ബാബു, രേഖ, SPC കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ മുഹമ്മദ് ഷാജഹാൻ K, അനുപമ രാജൻ UV എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, തിരൂരങ്ങാടി ടുഡേ. എല്ലാവരും ചെയ്താ എല്ലാവരും ചെയ്യണം. ഓരോരുത്തരായിട്ട്
പതിച്ചു വെച്ചാൽ മതി, പതിച്ചിങ്ങനെ വെച്ചാൽ മതി കേട്ടോ. നിങ്ങളിനിയും ലൈസൻസ് എടുക്കാത്തതെന്ത്? വാഹനം ഓടിക്കാൻ ലൈസൻസ് ഇല്ലാത്തതിനാൽ ഇപ്പോഴും ബസ്സുകളെ ആശ്രയിച്ച് യാത്ര ചെയ്യുകയാണോ? ഹെവി വാഹനങ്ങൾ ഓടിക്കാൻ ഹെവി ലൈസൻസ് ഇല്ലെങ്കിൽ മികച്ച തൊഴിലവസരങ്ങൾ നഷ്ടമാകാം. ഇപ്പോൾ തന്നെ അവസരം പ്രയോജനപ്പെടുത്തൂ. വെറും 60 ദിവസത്തിനുള്ളിൽ മിതമായ നിരക്കിൽ ഹെവി ലൈസൻസ് നേടാം. ബൈക്ക്, കാറ്, ഹെവി വാഹനങ്ങൾ എന്നിവയ്ക്ക് പരിചയസമ്പന്നരായ പരിശീലകരുടെ നേതൃത്വത്തിൽ മികച്ച പരിശീലനം ലഭ്യമാണ്. സ്ത്രീകൾക്കായി പ്രത്യേക വനിതാ പരിശീലകരുടെ നേതൃത്വത്തിൽ സുരക്ഷിതവും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതുമായ പരിശീലന സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. മിതമായ നിരക്കിൽ മികച്ച ഡ്രൈവറാകാൻ ഇന്നുതന്നെ ചേരൂ മിൻഷ ഡ്രൈവിംഗ് സ്കൂളിൽ. കുന്നുംപുറം, അച്ചനമ്പലം, കരുവാങ്കല്ല്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ